ഹായ് മക്കളെ, അനുമോദ് സാറാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ എക്സാമിൻ്റെ അകത്ത് ചോദിക്കുന്ന 40+ ഷുവർ ക്വസ്റ്റ്യൻസ്, നമ്മുടെ 40+ മാർക്കിൻ്റെ പക്ക പ്രഡിക്ഷൻ. അപ്പോൾ മക്കളെ ആലോചിച്ചോളൂ, ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാ നമ്മുടെ ട്രിഗ്നോമെട്രി, ത്രികോണമിതിയിൽ നിന്ന് ആ സൈന് കോസ് ടാന് കാണുന്ന ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ സൈന് തന്നിട്ട് കോസും ടാനും കാണും, അല്ലെങ്കിൽ നമുക്ക് മെഷർ മാത്രം തന്നിട്ട് നമ്മൾ എന്ത് കാണണം? കോസും ടാനും സൈനും കണ്ടുപിടിക്കണം. ആ ടൈപ്പ് വരുന്നൊരു ക്വസ്റ്റ്യൻ നാളത്തെ പരീക്ഷയിൽ എന്തായാലും വരും. ഓക്കെ, രണ്ടാമത്തത് ത്രികോണമിതിയിൽ നിന്ന് തന്നെ എന്ത് ചോദിക്കുന്നു? ആ റേഷ്യോ ഉപയോഗിച്ച്, അതായത് നമ്മുടെ അംശബന്ധം ഉപയോഗിച്ചുകൊണ്ട്, റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം ഉപയോഗിച്ച് കൊണ്ടുവരുന്ന ചോദ്യം. അതായത് മക്കളെ ഉറപ്പിച്ചോ, റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും രണ്ട് സൈഡ് അല്ലെങ്കിൽ ഒരു സൈഡ് തന്നിട്ട് ആ 30, 45, 60 ആ കേസുകൾ മാത്രം തന്നുകൊണ്ട് എന്ത് ചോദിക്കുന്നു? നമ്മളോട് മറ്റ് സൈഡുകളും അതിൻ്റെ പരപ്പളവും ഏരിയയും കാണാനുള്ള ചോദ്യം വരുന്നു. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആടാ മറ്റൊന്ന് എന്ത് നമ്മൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് എന്താടാ? എബോയ്സിസ്. ഇതാ മരത്തിൻ്റെ കണക്കാ, ഓർമ്മയുണ്ടോ? ആംഗിൾ ഓഫ് എലവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും, മേൽക്കോണും കീഴ്ക്കോണും പറയുന്ന പക്കാ ഷുവർ ക്വസ്റ്റ്യൻ എവിടെ വരും? നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. മറ്റൊന്ന് ദ പോയിന്റ് 3-2, അതായത് ഈ ചോദ്യം കോർഡിനേറ്റ്സിൽ നിന്നാണ്. കോർഡിനേറ്റ്സിൻ്റെ അകത്ത് എക്സ് അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വരയിൽ y ഒക്കെ തുല്യമായിരിക്കും. അതേപോലെ തന്നെ y അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വരയിൽ x ഒക്കെ തുല്യമായിരിക്കും. ഈ രണ്ട് രീതിക്ക് എന്ത് വരികടാ? ചോദ്യം വരും. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ എവിടെ വരും? നമ്മുടെ പരീക്ഷയിൽ വരും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത്? ഏതെങ്കിലും രണ്ട് സൂചക സംഖ്യകളുടെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തന്നിട്ട് നമ്മളോട് എന്ത് പറയുന്നു? ബാക്കിയുള്ള എല്ലാ പോയിന്റുകൾ കണ്ടുപിടിക്കുക. ഒരു ചതുരത്തിൻ്റെ രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ട് മറ്റേ രണ്ട് സൂചക സംഖ്യകൾ സൂചക സംഖ്യകളൂടി കണ്ടുപിടിക്കുക, കോർഡിനേറ്റ്സ് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് തരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചതുരത്തിൻ്റെ അകത്ത് തരും. ചതുരം തന്നിട്ട് തരും. അല്ലെങ്കിൽ എങ്ങനെ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തരിക? ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തരും. ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തന്നിട്ട് നമ്മളോട് എന്ത് പറയും? ഈ സൂചക സംഖ്യ ഉപയോഗിച്ചിട്ട് അത് ചതുരത്തിൻ്റെ എവിടെ വരും? ആ വന്നു കഴിഞ്ഞാൽ മറ്റ് രണ്ട് സൂചക സംഖ്യകൾ ഏത് എന്ന് പറയുന്ന ടൈപ്പുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ SSLC ക്രിസ്മസ് എക്സാം 2025 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ABC ഇൻ ദ ഫിഗർ. അങ്ങനെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഏത് പാഠം? തൊടുവരകൾ. ടാൻജൻസിൻ്റെ അകത്ത് ടാൻജൻസിൻ്റെ രണ്ട് ആരങ്ങൾ റേഡിയൈ തമ്മിലുണ്ടാക്കുന്ന കോണളവും അതേപോലെ തന്നെ തൊടുവരകൾ തമ്മിലുണ്ടാക്കുന്ന കോണളവും തമ്മിൽ കൂട്ടിയാൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 180 കിട്ടും എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണത്. 180 കിട്ടും എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണത്. ഓക്കെ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഇത് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് ചോദിക്കാം? അല്ലെങ്കിൽ ഏത് ചോദ്യം ചോദിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിൾ, അതൊരു സർക്കിളിന് എന്ത് ചെയ്യുന്നുണ്ട്? ടാൻജൻ്റ് ആയിട്ടാണ് ട്രയാങ്കിൾ വരയ്ക്കുന്നത്. അതിനുള്ളിൽ മറ്റൊരു ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ തന്നിട്ട് വലുതിൻ്റെ ആംഗിൾ കാണാൻ പറയാം. ചെറുതിൻ്റെ കോണുകൾ തന്നിട്ട് വലുതിൻ്റെ കോണുകൾ കാണാൻ പറയുക, അല്ലെങ്കിൽ വലുതിൻ്റെ കോണുകൾ തന്നിട്ട് എന്ത് കാണാൻ പറയുക? ചെറുതിൻ്റെ കോണ് കാണാൻ പറയാം. ഈ ടൈപ്പിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി അടുത്ത കേസ് ഏതാ? 13, 14, 15. ഇതേതാ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, R is equal to A/S കൊടുക്കുന്ന കണക്ക്. R is equal to എന്ത് കൊടുക്കുക? A/S കൊടുക്കുക. R is equal to in radius is equal to area by semi perimeter. അന്തർവൃത്ത ആരം കാണാൻ പരപ്പളവ് ബൈ ചുറ്റളവിൻ്റെ പകുതി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കുന്നുണ്ട്. SSLC ക്രിസ്മസ് എക്സാം 2025 ചോദിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഇനി അടുത്തത് ഏതാ? അടുത്തത് ഇതേപോലെ തന്നെ ടാൻജൻ്റിൻ്റെ അകത്ത് കൺസ്ട്രക്ഷൻ ഉണ്ട്, വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഇത്ര അകലത്തിലുള്ള ഒരു ബിന്ദു മാർക്ക് ചെയ്യുന്നു. ആ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവര വരയ്ക്കുക. ആ ചോദ്യം ഇങ്ങനെയാണ് ചെയ്യുക. ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും.
ഇനി അടുത്തത് എന്താ? ഇൻ സർക്കിൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ. എന്ത് വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ? ഇൻ സർക്കിൾ, അന്തർവൃത്തം വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ. അന്തർവൃത്തം വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. അന്തർവൃത്തം വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും, നിർബന്ധമാണ്, എന്തായാലും ചോദിക്കും. ഇനി അടുത്തത് എന്താടാ? അടുത്തത് ബഹുപദങ്ങൾ, പോളിനോമിയൽസ്. പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന് പറയുന്ന പാഠം. ആ പാഠത്തിൻ്റെ അകത്ത് പരിഹാരവും ഘടകവും കാണുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഘടകങ്ങളും പരിഹാരങ്ങളും കാണുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് വരും. അതെന്തായാലും എന്ത് വരും? നമ്മുടെ പരീക്ഷയ്ക്ക് വരും. ഓക്കെ. ഇനി 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 എന്താ? ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാന്തര ശ്രേണിയും ബഹുപദങ്ങളും, രണ്ടാംഗ്ര സമവാക്യം, ഇത് മൂന്നും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് അരിത്തമെറ്റിക് സീക്വൻസും പോളിനോമിയൽസും അതേപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും കൂടി കണക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ഇത് പരീക്ഷയ്ക്ക് വരും. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ അകത്ത് നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് വരും. അതായത് ഏരിയ, പെരിമീറ്റർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഏരിയയും പെരിമീറ്ററും തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരും. ഇനി അടുത്ത എന്താ? x+2 ഇസ് ദ ഫാക്ടർ. കെയുടെ വില കാണുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കോളെ, ഇമ്പോർട്ടൻ്റ് ആണ്. കെയുടെ വില കാണുന്ന ക്വസ്റ്റ്യൻ SSLC ക്രിസ്മസ് എക്സാം 2025 ഒരു പുതിയ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്കിത് കാണാം. ഒരു പുതിയ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം. അടുത്ത ജാമിതിയും ബീജഗണിതവും, ജോമെട്രി ആൻഡ് അൾജിബ്ര. ജോമെട്രി ആൻഡ് അൾജിബ്രയിൽ ചെറിയൊരു ഭാഗമേ പരീക്ഷയ്ക്കുള്ളൂ. ആ ഭാഗത്തിൽ സാമാന്തരികം എന്ന് പറയുന്ന ഭാഗം, പാരലോഗ്രം എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് 3 മൂല തന്നാൽ 4ാമത്തെ മൂല എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ ആ 4ാമത്തെ മൂല കാണാൻ വേണ്ടിയിട്ട് ആ 2 മൂലകൾ തമ്മിൽ കൂട്ടി മറ്റേത് കുറച്ചാൽ മതി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ എവിടെ വരും? SSLC ക്രിസ്മസ് എക്സാം 2025 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലടാ ഇതേ ചോദ്യം തന്നെ ഉണ്ട്, ത്രികോണം വരച്ചുകൊണ്ടുള്ളൊരു ചോദ്യമുണ്ട്, അത് കാണാൻ പറ്റും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് സെക്കൻഡ് ഡിഗ്രീൻ്റെ അകത്ത് ഇത്ര സൈഡ് കൂട്ടി എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചോദ്യമാണ്. രണ്ടാംഗ്ര സമവാക്യത്തിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് ഇത്രയാണെങ്കിൽ മറ്റേ സൈഡ് ഇത്ര കൂടുതലാണ്. അതായത് ഒന്ന് x ആണെങ്കിൽ മറ്റേത് x+6 ആണെന്ന് വെച്ചാൽ ഇവിടെ 6 വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വശങ്ങളുടെ നീളം കാണാൻ പറ്റണം. പിന്നെ വരുന്നത് സൂചക സംഖ്യകളിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതാണ് x ആക്സിലെ പോയിന്റ്, ഏതാണ് y ആക്സിലെ പോയിന്റ് എന്ന് പറയുന്ന ചോദ്യം. ഓക്കെ. ഇനി വരുന്നത് എന്താ? ഇൻ ദ ഫിഗർ PA = 4 cm, AB 5 cm, then find the length of the tangents. ടാൻജൻസിൻ്റെ ലെങ്ത്ത് കാണാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. അത് PA × PB = PC² വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ചെയ്യുന്നത്. ഓക്കെ മക്കളെ. ഓക്കെ. ഇനി റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന ചോദ്യം. ഒരു റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവ് തന്നിട്ട് അതേ പരപ്പളവുള്ള മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവുള്ള സ്ക്വയർ വരയ്ക്കുക. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് SSLC ക്രിസ്മസ് എക്സാം 2025 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ആണോ? ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്ന വീണ്ടും തൊടുവരയിൽ പുറത്തു നിന്നുള്ളൊരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന തൊടുവരകൾക്ക് ഒരേ നീളമാണ് എന്ന് പറയുന്ന തെളിയിക്കുന്ന ക്വസ്റ്റ്യൻ. പുറത്തു നിന്നുള്ള തൊടുവരകൾക്കൊക്കെ ഒരേ നീളമാണ് എന്ന് തെളിയിക്കുന്ന ക്വസ്റ്റ്യൻ കയർന്നു വരും. ഓക്കെ മക്കളെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 40 മാർക്കിന് മുകളിൽ മാർക്ക് കിട്ടും. 80-ലാണല്ലോ നമുക്ക്. അപ്പോൾ 40 മാർക്കിന് മുകളിൽ കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പോൾ മക്കളെ ഇത് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ ഉണ്ട്? നമ്മുടെ ഇന്നലത്തെ SSLC ലൈവിൻ്റെ അകത്തുണ്ട്. ആ ലൈവിൽ കയറി എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ ആവും. ഓക്കെ. അപ്പോൾ മക്കളെ ഇന്നത്തെ പരീക്ഷ എന്ത് ചെയ്യുക? വളരെ മനോഹരമായിട്ട് അടിപൊളിയാക്കുക. ഓൾ ദ ബെസ്റ്റ് മക്കളെ. മാക്സിമം അടിച്ചു പൊളിച്ച് എഴുതുക. ഓക്കെ മക്കളെ. ബെസ്റ്റ് ഓഫ് ലക്ക്.